ബുള്ളറ്റ് കുഞ്ഞില്ല കേട്ടോ ഇവിടെ. ഒരു ലോഡ് ഡിഫൻഡറൊക്കെ കിടക്കുന്നുണ്ടേ. അപ്പാപ്പനാണോ? ഗെറ്റ് യുവർ സ്റ്റാർട്ടർ പാക്ക് അത് വാങ്ങിച്ചാണല്ലോ. കൊമ്പന്റെ ബസ്സൊക്കെ. ആ ഹലോ, എന്തോണ്ട്? എത്ര കാലമായി അപ്പാപ്പ കണ്ടിട്ട് നമ്മള്. അപ്പാപ്പ ഒന്ന് ആലോചിച്ചോക്ക, അപ്പാപ്പനോട് ഇത്ര സ്നേഹമുള്ള ഒരു മനുഷ്യനുണ്ടോ ഈ ടിവിയില്? എനിക്കറിയത്തില്ല എന്താന്ന് സത്യം പറഞ്ഞാൽ. ഞാൻ എന്റെ കണ്ണെന്ന് രണ്ടു തുള്ളി കണ്ണീര് വന്നറിയാമോ? എന്റെ കണ്ണ് നിറഞ്ഞത് ചുമന്നിപ്പ കണ്ണ്. ആണോ? അതെ. എന്ത് ബോംബ് വെച്ചത് എന്റെ നെഞ്ചത്ത്? ഒരു സൗണ്ട് കേട്ടിപ്പം. അല്ലല്ലേ? പിന്നെ എങ്ങനെ പോകുന്നു അപ്പാപ്പ ജീവിതങ്ങളൊക്കെ? സത്യം ഭയങ്കര സ്നേഹം അതിനൊക്കെ എന്നോട്. എനിക്ക് മനസ്സിലായത്. ഇപ്പോഴെങ്കിലും അപ്പാപ്പൻ എന്നെ പറ്റി ഒന്ന് മനസ്സിലാക്കിയല്ലോ, അത് മതി. എനിക്ക് അതോർത്ത് സങ്കടം വരുന്നത്. എനിക്കും സങ്കടം അപ്പാപ്പ. കുഴപ്പമില്ല വിഷമം കണ്ടു അറിഞ്ഞിരിക്കല്, കുഴപ്പമില്ല. അപ്പാപ്പനുള്ള എന്തിനാ അപ്പാപ്പ ഞാൻ വിഷമിക്കുന്നത്? പോട്ട് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പക്ഷെ എനിക്കൊരാഗ്രഹമുണ്ട് അപ്പാപ്പ. എന്താ ആഗ്രഹം? നമ്മള് പ്രശ്നം തുടങ്ങി എങ്ങനെയാ? മറ്റേ അപ്പാപ്പന്റെ ഒരു ഐക്കോണിക് ഡയലോഗ് ഇന്നല്ലേ, നമുക്ക് ആ ഡയലോഗ് അങ്ങ് പറഞ്ഞങ്ങ് നിർത്താം. അത് കൊള്ളാം. അത്രേ ഉള്ളൂ. ആ സ്പോർട്സ്മാൻ സ്പിരിറ്റില് എങ്ങനെ പറയണം? അത് ഡയലോഗ് ഏത് രീതി പറയണം? അല്ല, എന്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു. വേണ്ട. പറഞ്ഞോ. തീർന്നില്ലേ? കേട്ടില്ല ഞാൻ കേട്ടില്ല, സത്യമായിട്ട് കേട്ടില്ല പപ്പ. അയ്യോ, സത്യമായിട്ട് കേട്ടില്ല. അപ്പാപ്പ ഞെക്കിയിട്ടില്ല, ഇവിടെ കേട്ടില്ല. അപ്പാപ്പ പഴയ ഐക്യറക്കല്ലേ പപ്പ? സത്യമായിട്ട് ഞാൻ കേട്ടില്ല. എനിക്കതൊന്ന് കേക്കണം. ഒരു വട്ടം ഞാൻ പറഞ്ഞു, ലൈവ് എടുത്ത് കേട്ടാ മതി കേട്ടോ. എന്നാ ഓക്കെ, കഴിഞ്ഞിട്ട് നോക്കാം. അപ്പാപ്പ പിന്നെ ഈ വാസുവണ്ണന്റെ ഫ്ലൈറ്റ് ചെറിയൊരു ഡിലേ. എന്റെ ഫ്ലൈറ്റ് നമ്മള് VIP ഫ്ലൈറ്റിൽ പറഞ്ഞോ? പറഞ്ഞില്ലല്ലേ? ഫ്ലൈറ്റ് കാത്ത് മക്കള്. അപ്പൊ ഡിലേ ആയതല്ലേ? ചെറുതായിട്ട് മൊത്തത്തിൽ കത്തിപ്പോയതാ. നാളത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തു ഫ്ലൈറ്റ്. കുഴപ്പമില്ല, നാളെ ഞാൻ ഇതേ എയർപോർട്ടിൽ നിന്ന് വീണ്ടും വരാം. അതെ അല്ലേ? എന്തായാലും ക്ലെയിം ചെയ്ത് വെച്ചോ. അത് ക്ലെയിം ചെയ്ത്. ജോണി മാമ എന്തുകൊണ്ട്? സുഖാണോ ജോണി മാമ? ഞാൻ അപ്പാപ്പനോട് ഇങ്ങനെ സുഖവിശേഷമൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു. നീ ഇപ്പോഴും ഒരു കണ്ണിച്ചോരയില്ലാത്തവരല്ലേടാ? അത് എന്റെ കണ്ണി നോക്കി അപ്പാപ്പൻ പറയാ. അതിഥികളാണോ? അതെ. ഹിറ്റ്മാനെ സുഖാണോ? ഹിറ്റ്മാനെ സുഖം. ബാക്കി ഒരു ഫ്ലൈറ്റിന് ചെറിയൊരു തകരാറ്. ആളവിടെ ഉണ്ട്. ഇത് ഇങ്ങോട്ട് വന്നില്ല, ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. എന്തോ ചാൻസ് കുറവാന്നാണ് അപ്പാപ്പനെ വിളിച്ച് പറഞ്ഞെന്നാണ്. അതായത് ഇന്നത്തെ റീഷെഡ്യൂൾ ചെയ്തു നാളത്തേക്ക്. അതായത് വല മൊത്തത്തിൽ പോയി. വല വരത്തില്ലല്ലേ? ഇന്നലെ എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്ന് അവർക്ക് വരാൻ പറ്റിയില്ല. ഇന്നലെ 5M, ഇന്ന് വല. ദൈവമേ, എന്താ അത് ശരിയല്ലേ? ഇവിടെ ഇരിക്കായിരുന്നല്ലേ? സത്യല്ലേ? ഇവിടെ വല്ല ഇരിക്കായിരുന്നു. ഇനി എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് പഴയ കഥയൊക്കെ പറഞ്ഞിരിക്കാം. എന്തോരം കഥകളല്ലേ പറയാനുള്ളതൊന്നുമില്ല. അപ്പാപ്പ തള്ളയുണ്ടോ? ഞാൻ തള്ളയുടെ ഒരു ഫാനായി മാറി. ഇങ്ങോട്ട് മാർക്കോ. അപ്പാപ്പനെ കണ്ട് അപ്പാപ്പന്റെ ജെയിംസ് ബോണ്ട്. ഹായ് ജെയിംസ് ബോണ്ട്, നൈസ് ടു മീറ്റ്. എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നതല്ലേ? വെറുതെ ബോറടിക്കത്തില്ലേ? ഒറ്റയ്ക്കുള്ള ചോദിക്കാൻ പോലും ആരും വരത്തില്ലെന്ന്. നീ ഇങ്ങനെ മനസ്സിൽ വെച്ച് പറയുന്ന
ചുറ്റിയല്ലോ അല്ലേ അല്ലേ ദേ, ഇതാരാന്ന് മനസ്സിലായോ? എവിടെ ദേ, ഇങ്ങോട്ട് നോക്ക്. നിന്റെ പുറത്തല്ലേ നിൽക്കുന്നത് അവിടെ? എവിടെ അങ്ങനെ ആ അയ്യോ നമസ്കാരം ഇതിനോടെയാണോ നോക്കിയത്? അമ്മായി സുഖാണോ അമ്മായി? എത്ര കാലമായി അമ്മായി കണ്ടിട്ടൊക്കെ. അട്ടപ്പൂക്കളം പോലല്ലേ സത്യം സത്യല്ലേ എന്ത് ചെയ്യാനാ എന്ത് ഓ എന്തൊരു നല്ല മനുഷ്യന്മാര്. അതെ, അതെ. അവസാനമായിട്ട് കണ്ടത് ഇത് എയർപോർട്ടിലെത്താറ് സത്യം ആ അന്ന് ഇല്ലല്ല ഞാൻ അതിന് മുമ്പേ പോയായിരുന്നു. കണ്ടില്ല നിങ്ങളെന്നെ കണ്ടില്ല അതിന് മുമ്പേ പോയായിരുന്നു. Oh my God, miss ആയി പോയല്ലോ അതല്ലേ? അതെ 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 ഷജിപ്പ നമ്മുടെ മറ്റേ ടേബിൾ ഉണ്ട് ഇവിടെ ടേബിള്. മറ്റേ സാധനം എന്തോ പണിയാണല്ലോ. നമ്മളെ മറ്റേ അത് ഇല്ല, ബല. സുഖം സുഖം ആ പാപ്പാ എന്തായാലും ഇവിടെ വരെ വന്ന് ആ ആ ഇത് പക്ഷെ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാല് പിന്നെ അത് ബാക്കിയുള്ളവർക്ക് വിഷമം, അതെ അതെ വിഷമം വിഷമം വിഷമം. ഭയങ്കര സങ്കടമാവും. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്താലോ? ആ ചെയ്യാം. നമുക്കൊരു ലൈസ് ബാർ കളിച്ചാല്. ലയസ് ബാർ കളിക്കാം, പക്ഷെ എനിക്ക് ഇതുവരെ അതെന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ വളരെ നല്ല കാര്യം. ഞാൻ കളിച്ചിട്ടുമില്ല. കളിച്ചിട്ടില്ലല്ലേ? അതെ അതെ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം പറഞ്ഞേ കാടങ്ങിട്ടാ മതി ആണല്ലേ. ഓ അപ്പം ഇത്രയും നാള് ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ കളിക്കാനായിരിക്കും അല്ലേ? ആയിരിക്കും, ആയിരിക്കും. ആയിരിക്കും ആയിരിക്കും. എത്ര പേരെന്നെ വിളിച്ച് ഞാൻ പോയില്ല. അവസാനം അപ്പാപ്പം വിളിക്കേണ്ടി വന്നു ഞാൻ ലയസ് ബാർ കളിക്കാനായിട്ട്. എന്തൊരു കഷ്ടമാന്ന് നോക്കണേ. സത്യം സത്യം. അപ്പം ഷാജി പാപ്പ ആ ടേബിൾ ഒന്ന് വെച്ചിട്ട് ഇവിടെ എന്നാ പിന്നെ നമ്മൾ റോഡിൽ ഇരുന്ന് കളിക്കാന്നേ. 2-3 ടേബിളും കിട്ടും കേട്ടോ. ആ, എന്നാ ബാക്കിയുള്ളവർക്ക് പോറടി ഡാമാരിട്ട് കളിക്കട്ടെ. അല്ലല്ലേ നമ്മള് കാണാം ഇതിപ്പോ എത്ര പേര് കളിക്കാൻ പറ്റും? എത്ര പേര് കളിക്കാൻ പറ്റും? 4 പേർക്ക് 4 പേർക്ക് 4 പേർക്ക് കളിക്കാം. ഓക്കേ, ഓക്കേ, ഓക്കേ. ഒരു കാര്യം ചെയ്യാം, ആ ഞാന് ബാലന് തള്ള ആ. പിന്നെ ഒരാള് അവൻ നല്ല ഇറ്റു. ജോണി കളിക്കുന്നില്ലേ? അറിയില്ലല്ലോ. ഓ അങ്ങനെ. മൊട്ട ജോണി ഇല്ലേ? ആ മൊട്ട ജോണി വന്നില്ല. ഗ്യാങ്ങിന്ന് പിരിച്ചു പിരിച്ചിട്ടോ? എടുത്തുള്ളത് പണ്ടത്തെ എന്റെ കോംബോ പയ്യനായിരുന്നു. ആയിരുന്നോ? അതെ അതെ ഇപ്പൊ പാത്രം കഴിക്കൊണ്ടിരിക്കുക തൊട്ടപ്പുറത്തെ ഗ്യാങ് തള്ള ചുമ്മാരി. ശരി എവിടെ പോരെ. എടുക്കാൻ പോയ ആളോടെ എവിടെ വന്നു? എന്തൊരു vibe അല്ലേ? എങ്കി ബാബാല ആ നമുക്ക് കളിക്കാം. പിന്നെന്താ ഓഫ് കോഴ്സ് തീർച്ചയായും. ആ അപ്പൊ ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്തല്ലേ? ഇതിപ്പം ആരിടണം? ഞാൻ ഇട്ടോ? ഇല്ല ഇട്ടില്ല, ഇല്ല ഇട്ടില്ല. ഇപ്പൊ ചുമ്മാ ഇടാൻ പറ്റും ഞാൻ ഇട്ട്. ബാലൻ സ്കിപ്പായെന്ന് തോന്നുന്നത്. സ്കിപ്പായോ? ടൈമർ ഉണ്ടോ? ഇട്ടെന്ന് തോന്നുന്നു. ഒരു ചീട്ട് പോയി. ഇട്ട കാർഡ് പ്രവചിച്ചാ മതി അത്രല്ലേ ഉള്ളൂ ആ അത് കള്ളത്തരമാണോ സത്യമാണോ പ്രവചിക്കണം. തോറ്റ് തുന്നം പാടുപറ്റോടാ. എനിക്ക് സംഭവം മനസ്സിലായില്ല എന്നാലും കളിച്ചോണ്ട് മനസ്സിലായി കുഴപ്പമില്ല അമ്മായി, ഞാനുണ്ട് കൂടെ. എനിക്ക് അറിയത്തില്ല. ഇല്ല ഇപ്പൊ അമ്മായി ഇടുന്ന കാർഡ് എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ. അമ്മായി കള്ളത്തിലാണോ അല്ലേന്നേ. ആണോ? അപ്പൊ ഞാൻ ഇനി എങ്ങനെ ഇടട്ടെ വരുന്നത്? ഇത് കള്ളത്തരായിട്ട് വിളിച്ചോ, ധൈര്യമായിട്ട് എനിക്കും വിളിച്ചോ. തോന്നുന്നു. അല്ല അടുത്തേല് full കള്ളത്തരാ. കാർഡിട്ടു. ഇതെങ്ങനെ ഇടുന്ന? വല സ്പേസ് ബാർ ആ ഓക്കെ. നീക്കാൻ. ഈ ആണ് ഓ, പാസ് മാത്രം ഇടാൻ പറ്റത്തുള്ളൂ അത്. ആ ആസ് മാത്രം ഇടാം. ഓക്കെ. ഇതെങ്ങനെ ഇടാൻ പറ്റുന്നില്ല? അത് ഈ ഇടണം, ഈ ഞെക്കണം, ഈ ഞെക്കെ ഇടും. സെലക്ട് ചെയ്യണം, സ്പേസ് ബാർ ഞെക്കിയിട്ട് ഏത് കാർഡ് ഇടേണ്ടത് സെലക്ട് ചെയ്യണം. ആ ഓക്കെ ഓക്കെ. ഇട്ട്. ആ അപ്പൊ എനിക്ക് കള്ളത്തരമായിട്ട് തോന്നിയാൽ ആരാ ഈ എന്റെ ആശയം കാർഡ് എന്ന് പറഞ്ഞാ മതി. എന്റെ കാർഡ് തീർന്നു കേട്ടോ. അത് തുടങ്ങിയല്ലേ ഉള്ളു, അതിനോട് കയറുന്നോ? അത് പോക്കറ്റിൽ നിന്ന് എടുക്ക്. നിങ്ങള് ചന്തിയുടെ അടിയിൽ വെച്ച സാധനം കേട് എവിടെ സാധനം ഞാനല്ലേ കണ്ടേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട കള്ളത്തിനാന്ന് വിളിക്കാം കേട്ടോ. ഞാൻ 3 കാർഡ് ഇട്ടിട്ടുണ്ട്. അത് എയ്സ് അല്ലെന്ന് വേണമെങ്കിൽ വിളിക്കാം. ചിലപ്പോ എയ്സ് ആയിരിക്കും, ചിലപ്പോ അത് 2 ആയിരിക്കും എയ്സ്, ചിലപ്പോ ഒന്നും കാണത്തില്ല. വിളിത്തില്ല, ഞാൻ ജയിച്ചത്. ഞാനിട്ടേ ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. വല അത് കള്ള വല. പക്ഷെ ആ കള്ളമായിട്ട് എനിക്ക് തോന്നിയെങ്കിൽ എന്ത് ചെയ്യണം ഞാൻ? പക്ഷെ കാർഡ് ഇട്ട് ഇനിയില്ല, കാർഡ് ഇടുന്നതിന് മുന്നേ എക്സ് അടിക്കണം. ആ, ആ റൗണ്ട് വരുമ്പോ അപ്പൊ കളിയിട്ടത് അപ്പാപ്പനോട് കഴിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ നേരത്തെ കളിച്ച് മനസ്സിലാക്കണ്ടായിരുന്നു. അമ്മയെ കാർഡ് ഇടാല്ലേ. ഞാനാ കണ്ടേ
എടാ നിങ്ങള് ചീട്ടിട്ട് തീർന്നിട്ട് കാര്യമില്ല, വെറുതെ ഇരിക്കാതല്ല ഒരു ഗുണമില്ല കേട്ടോ. അല്ല ഇത് അപ്പൊ എനിക്ക് വിളിക്കാൻ പറ്റുമോ? ഇതിപ്പോ ഞാൻ വിളിക്കാം. ഞാനിപ്പോ വിളിച്ച അമ്മായി കള്ളെന്ന് പറഞ്ഞിട്ട്. കള്ളന്ന് പറഞ്ഞ് വിളിച്ച എന്ത് നോക്കട്ടെ. കള്ളേ ഞാൻ എഴുതിട്ടില്ലല്ലോ. അതാ കളിന്ന് പറഞ്ഞ കാർഡ് ഇടണം. ഇടേണ്ടത് ശരി, അപ്പൊ കളി മനസ്സിലായി. കാർഡ് ഇടണോ ഇല്ലേ കള്ളത്തര? അങ്ങനെ ഓക്കെ ഇതിപ്പോ എന്ത് സംഭവം മനസ്സിലാവുന്നില്ലല്ലോ. ഇപ്പൊ കിങ് ടേബിൾ അല്ലേ? അതെന്തോ കിങ് ടേബിൾ എന്ന് പറയുമ്പോ? ഓ കിങ് മാത്രം. ഓക്കെ 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 ഓക്കെ. ആ ഞാൻ ജയിച്ചടാ, ഞാൻ ജയിച്ചു. ഇതിന്റെ മെയിൻ എയിമേ നമ്മുടെ പിന്നെ കാർഡ് ഇട്ട് തീർക്കണം. ആ മനസ്സിലായി മനസ്സിലായി. ആ ജോക്കർ എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ ഏത് ടേബിളിൽ ഏതാണോ ജോക്കർ ആവും കേട്ടോ. ജോക്കർ ആ കാർഡായി മാറും. ഐക്യു കിങ് ഒരു സംശയം ചോദിച്ചോട്ടെ. ഇതിപ്പോ ഞാൻ ഇനി ഞാൻ എന്ത് ഓക്കെ ഇട്ട് ഏത് കാർഡിനെ കള്ളം വിളിക്കണ്ടേ? ഇത് കിങ്സ് ടേബിൾ ആണ്. അപ്പാപ്പൻ വിളിച്ചു. ഇതിപ്പോ മാറും, ടേബിൾ മാറും. അപ്പാപ്പൻ വേറെ കാർഡ് മാറ്റിട്ടായിരുന്നല്ലേ എടുത്ത് കഴിച്ച തട്ടിപ്പോയാ എന്തിനു ഭാഗ്യ പോലെ അതിനൊക്കെ. ആ ഞാൻ വിചാരിച്ചില്ലത് വിളിക്കുന്നു. കുഴപ്പമില്ല കുഴപ്പമില്ല. ഇല്ല ഇല്ല അമ്പട തക്കാളി ഏകദേശം സംഭവം പിടികിട്ടി. പാപ്പ ഐക്യു കിങ് കേട്ടാ. 3 കാർഡ് പോട്ടെ. കള്ളത്തരാന്ന് വന്നേട്ടോ. വിളിച്ചു നിങ്ങളെല്ലാം ഉണ്ട് ഇത്. ഓ നോ തള്ളേ. അപ്പൊ ഞാൻ കഴിക്കണോ? കഴിക്കണം. നിങ്ങൾ വിളിച്ചത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും കഴിക്കണം. അപ്പൊ ഞാൻ ചത്താനോ? കയ്യില് മൊത്തം കിങ് ആയിരുന്നു. എന്നിട്ട് എന്തിന്റെ കഴുപ്പിനാണോ ഞാൻ അതുകൊണ്ടിട്ടാണ് മനസ്സിലാവാത്ത. അത്ര പെട്ടെന്നൊന്നും ചാകത്തില്ല, മനസ്സിലായോ? വീണ്ടും അതിനേക്കാൾ വലിയ വശമായത്. അപ്പന്റെ കാർഡ് ഏതാ വിളിഞ്ഞു? ഓ മൈ ഗോഡ്, ഇത് എന്താണിത്? ഒരു കാർഡ് ഇട്ടിട്ടുണ്ട്. ഓക്കെ ഞാൻ വിളിച്ചു. എനിക്ക് കള്ളമായിട്ട് തോന്നി. എനിക്കും തോന്നി. അതെ 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 കള്ളൻ. സ്വന്തം തന്നെ കള്ളനെന്ന് വിളിച്ചു. ഓക്കെ അയ്യോ മല സത്യമായി പോയല്ലോ. അയ്യോ അപ്പൊ ഞാൻ വീണ്ടും കഴിക്കണോ ഇതിന്? താങ്കൾ പറ്റിക്കപ്പെട്ടു. ഇതൊക്കെ എന്ത് ഇത്? ഞാൻ ഇവിടെ ലോട്ടറി എടുത്ത് അടിക്കുന്നത് കേട്ടോ. അത് ശരി കേട്ടോ. ഞാനൊന്നും ജാകത്തില്ല നമ്മള്. എന്നെ കിട്ടി എങ്ങനെയാണെന്ന് അറിയാടാ, 4 ക്യൂന് ഒരു ജോക്കറും. ഓ മൈ ഗോഡ് കിങ്. എന്താ ജോക്കർ കിട്ടോ പോലെ കേട്ടോ. നോക്കട്ടെ. മടക്കി വെക്കാനല്ല പറഞ്ഞത്. ഇത് ഡ്രോപ്പ് മാത്രമേ വരുന്നുള്ളൂ. അല്ല ഈ ക്ലിക്ക് ചെയ്ത് കാർഡ് സ്പേസ് ബാർ ഞെക്കിട്ട് സെലക്ട് ചെയ്യും. ഏടി ഞെക്കുക, ഏത് കാർഡാ സ്പേസ് ബാർ ഞെക്കി സെലക്ട് ചെയ്തിട്ട് ഈട്. അല്ല ഇതിപ്പോ സ്പേസ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്നു. ആ അതാണ് ആള് മാറി. ഞാൻ ഓൾറെഡി ഒരു സൈനൈഡ് കഴിച്ചിട്ടിരിക്കല്ലോ ഇവിടെ. മറന്ന ശരിയാതല്ലോ ദൈവം, ഞാനായിരുന്നല്ലേ. തള്ളേ ഞാനല്ല കേട്ടോ, ഓട്ടോമാറ്റിക് ആണ് കഴിക്കാം. പക്ഷേ ഒരു ഇതിലൊന്നും എനിക്കൊന്നും ആകത്തില്ല. ഞാൻ 6ാമത്തെ സൈഡിലേ ചാകത്തുള്ളൂ പല. ഇപ്പൊ തട്ടിപ്പോ എങ്ങനെ തട്ടിപ്പോകത്തില്ല. ഒരു കേബിൾ എടുത്ത് വെക്കാൻ പോലും പറ്റില്ല. ഇപ്പൊ പിടികിട്ടിയോ? ഈ കളി നമ്മടെ തന്നെ. 2 കിങ് അതിന്റെ ജോക്കർ ഇടും, അത്ര ഉള്ളൂ. അല്ല തള്ളയല്ല, ഹിറ്റ് ആയിരിക്കും. തള്ളയാന്നോ? എന്നാ ഇടാക്കോട്ടെ. കള്ളത്തരായിട്ടോ? അല്ല ആദ്യമായിട്ട് സത്യമായിരിക്കും, ഇനി കള്ളത്തരയിടും. കള്ള അമ്പട കള്ള.
ഈ പ്രാവശ്യം അപ്പാപ്പനെ തെറ്റി. അപ്പൊ പറഞ്ഞ എടുത്ത് കഴിച്ചോ. ബാല ഏ? കഴിച്ചോ. അയ്യോ കെ അല്ലായിരുന്നു അപ്പൊ ഇടണ്ടേ? അയ്യോ അയ്യോ ചീട്ടുമാരെന്ന് പറഞ്ഞു കേട്ടോ. അയ്യോ ചത്ത്. അപ്പാപ്പൻ കൊന്നത് അപ്പാപ്പനാ കൊന്നത്. എടാ ചീട്ടുമാറി പോയി കേട്ടോ, ചീട്ടുമാറി പോയെന്ന്. ആള് വരും. ഇടാ. അത് ഇച്ചിരി വെള്ളം കൊടു എന്നിട്ട് എണീപ്പിക്കും. അല്ല അത് ഈ റൗണ്ട് ചത്തുപോയ ആളെങ്ങനെ അമ്മ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും. അതാ, വേഗം തീർക്കുന്നുണ്ട്. ചീട്ടുമാറി ചീട്ടുമാറി ചീട്ടുമാറി. ബാല ശബ്ദസംഖ്യയിലുണ്ടോ ബാല? അതാ, ഓ, ഉണ്ടല്ലേ? ബോധം ഉണ്ടല്ലേ അപ്പം? ഞാൻ വിചാരിച്ചു ചെറുതായിട്ടുണ്ട്. ആ കുഴപ്പമില്ല കുഴപ്പമില്ല. കളി തീർന്നാലേ ഇനി എണീക്കാൻ പറ്റത്തുള്ളൂ. കാട് മാറിയത് അറിഞ്ഞില്ല, അല്ലായിരുന്നെങ്കിൽ ഒരു കിടിലൻ കളിയായിരുന്നു ഇട്ടത്. അതല്ലേ? ഇപ്പൊ വാസവണ്ണ പറഞ്ഞു എന്നെ അടിച്ചു വലത്തിട്ടേക്കുന്നു. കള്ളമാണോ സത്യമാണോ? ഇപ്പൊ അറിയാം. ഓ നോ ഹിറ്റോ, ഇറ്റ്സ് ഓക്കേ. കഴിച്ചോ, സാരമില്ല. സോ സാഡ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഡാഡി. എന്റെ ആദ്യത്തേല് തന്നെ ചാവും. ചത്തോ? ഏയ്, ഇല്ല, ഇല്ല. അത്ര ഹതഭാഗ്യനല്ല നീ. ഓക്കെ ഷിറ്റ്. നമുക്ക് തള്ളേനെ കൊല്ലിക്കണം ഏറ്റവും. എങ്കിലും നീ ഞാൻ തമ്മിലൊരു കളി ക്യൂൻ വരുന്നു, സ്റ്റേബിൾ. മനസ്സിലായോ? അപ്പൊ അടുത്ത ചീട്ടപ്പൊ ബോധം വന്നു കാണുമായിരിക്കുമല്ലോ എനിക്ക്. എനിക്ക് റൗണ്ട് തീരണം മൊത്തത്തിൽ. അയ്യോ മൊത്തം ഈ കുഴപ്പമില്ല, കുറച്ചു നേരം ഉറങ്ങട്ടെ, നല്ല ക്ഷീണമുണ്ടേ ഫ്ലൈറ്റിൽ നിന്നൊക്കെ വന്നേട്ടെ. അമ്മായിയല്ലേ? അമ്മായിയുടെ കളിയാണോ? അല്ലല്ല കുഴപ്പമില്ല, നമുക്ക് അടുത്ത പിടിക്കാം, നമുക്ക് അടുത്ത പിടിക്കാം. രണ്ട് ക്യൂൻ വാറവിളി അല്ലേ? മിക്കാറും വിളിക്കേണ്ടി വരും. 50 വരെ മിക്കാറും വാറ വിളിക്കേണ്ടി വരും. തള്ളക്കറിയത്തില്ലല്ലോ ഏറ്റവും, പറഞ്ഞു കൊടുക്കല്ലേ അങ്ങനെ. ഇപ്പൊ ശരി വിളിക്കുന്നില്ലേ? റിവെഞ്ച് കൊടുക്കാം. അടുത്ത കളി കളി ഇപ്പഴല്ലടാ പിടി കിട്ടിയത്. ഇനി അങ്ങോട്ട് ഏത് റൗണ്ടിന് എപ്പോഴാണോ പിടി. ഞാനാ അല്ല പിന്നെ ഞാനാ. ഓക്കെ കാടൊക്കെ വരണം അപ്പാ. അമ്മായി കാടൊക്കെ മാറ്റണ്ടേ? 50 പറയുന്നത് ചിരിക്കാൻ എന്തോ അവിടെ. എന്താ സംഭവിച്ചു? ഇട്ടെന്ന് തോന്നുന്നു, ഞാൻ ഇട്ടെന്ന് തോന്നുന്നു. അപ്പാപ്പൻ വിളിച്ചില്ലേ? ഒരാളും കൂടി ചാവുകയാണെങ്കിൽ ഞാൻ പ്രഡിക്റ്റ് ആര് ജയിക്കും. ഇപ്പൊ അപ്പാപ്പൻ വിളിച്ചോ? എത്ര കഷ്ടപ്പെടണ്ട. ഏയ്, ഞാൻ അങ്ങനൊന്നും ഞാൻ ചാവുന്ന ഒരു എത്ര വ്യക്തിയല്ല. സൈലന്റ് ഉണ്ടാവും അതില്? 6 ചാൻസ് ഉണ്ട്. ആറെണ്ണത്തില് അതില് ഏതെങ്കിലും random ഒരെണ്ണം. ആയിട്ടേ. ഒരെണ്ണം അപ്പം കഴിച്ചല്ലോ, വല കഴിച്ചല്ലോ ഇത്. ഭാരത് രണ്ടാമത്. എന്റെ പേര് കേട്ടാ. അപ്പൊ അപ്പാപ്പ മരിക്കില്ല. കുഴപ്പമില്ല, സമാധി സമാധി. അമ്മയുടെ ഡാഡി ഇമ്പോർട്ടൻ്റ്. ഹാപ്പി ഹാപ്പി. എല്ലാം ജോക്കറാ. അമ്മയുടെ എല്ലാം അപ്പൊ കളിക്കറിയാത്ത അമ്മായിയാണ് ഇപ്പൊ ലീഡിങ്. അങ്ങനെ കാണിക്കുന്നു ഡാഡി. ഏയ്, അങ്ങനെ വരുമെന്ന് തോന്നില്ല. മിക്കവാറും ഹിറ്റ് ജയിക്കുന്നുള്ളൂ. കാർഡ് പറഞ്ഞു. ഇത് മൂന്നാമത്തെ കാർഡ്. എടാ ഇവിടെ മാടർ അമ്മ ഇത് കള്ളോ അപ്പൊ ഇട്ടിട്ട് ഞങ്ങൾ കണ്ണ് തെറ്റിയപ്പോഴത്തേക്ക് ഇവിടെ എന്താ സംഭവിച്ചേ? കണ്ടും തീർന്നാ? ആ. വിളിച്ചോ? ഞാൻ നീ ഇട്ടായിട്ട് ഞാൻ ഇട്ട് അമ്മായി ഒന്നുമില്ലടാ. ഇപ്പൊ എനിക്ക് സമാധി സമാധി സമാധി. ഉറങ്ങാണോ? അമ്മായി ഇട്ടിട്ട് അപ്പൊ അവന്റെ ആദ്യം വേണ്ട. ഓക്കെ ആണ്, ഓക്കെ ആണ്. അപ്പൊ അവന് ഇൻവെന്ററികളൊക്കെ വണ്ടി എടുക്കാം കേട്ടോ, പറ്റിയ സമയം. റോബിയല്ല. വിളിച്ചിട്ടുണ്ട് വിളിക്കല്ലേ? രാജീവ് അവനോട് ഓക്കെ. നാളെ ഇതിന് അമ്മായിയല്ലേ കഴിക്കാനുള്ളേ? അമ്മായി ചത്തില്ലേ? കളവ് ഞാൻ ചത്തില്ലേ? പറഞ്ഞില്ലേ അമ്മ ഡാഡി ഇമ്പോർട്ടൻ്റ് മനസ്സിലായില്ലേ? അമ്മ എങ്ങനെ ഞാൻ അടുത്ത കളി കളിച്ചാവും. ഈഗിൾ ബ്രോ ഇന്നിനി വരത്തില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. ആള് ഇച്ചിരി സീനാവിടെ. നെറ്റും കഴിഞ്ഞോ കളി കഴിഞ്ഞോ? എനിക്ക് എക്സിറ്റ് അടിച്ചാൽ മതി. ആ